ഞങ്ങൾ എന്നാൽ ഇതിൻ്റെ AMMA പോലെയുള്ള സംഘടനകളിലേക്ക് നുഴഞ്ഞു കയറുക, അത് പിടിച്ചെടുക്കുക, ഇതിൻ്റെ ഒന്നും ആവശ്യം ബി ജെ പിക്കില്ല. ബി ജെ പിയുടെ ലക്ഷ്യം വളരെ വലുതാണ്. സവർണ ഫാസിസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നില്ല, OBC പട്ടിക പിന്നാക്ക ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ളവനെന്ന് പറയാൻ പറ്റുന്നില്ല, പട്ടികജാതി വിരുദ്ധ പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയാൻ പറ്റുന്നില്ല, ക്രിസ്ത്യൻ വിരുദ്ധ പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയാൻ പറ്റുന്നില്ല, ഇനിയിപ്പം പറ്റുന്നത് മുസ്ലിം വിരുദ്ധ പാർട്ടി എന്ന് പറയുക. കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി, ദേശീയതയ്ക്ക് അനുകൂലമായി ശബ്ദിക്കുന്നവരെ ടാർഗറ്റ് ചെയ്യാൻ ഒരു കൂട്ടം സിനിമാക്കാരും അവർക്ക് പിന്തുണയുമായിട്ട് മറ്റൊരു കൂട്ടം മാധ്യമങ്ങളും. ഇനി ആ അമ്മയുടെ നടന്മാരുടെ രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞു തുടങ്ങണോ? എങ്കിൽ ഞങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഇനി അവിടുത്തെ ഓരോരുത്തരുടെയും ചെയ്തികൾ ഞങ്ങൾ പറഞ്ഞു തുടങ്ങണോ? ഞങ്ങൾ പറഞ്ഞു തുടങ്ങാം. ബി ജെ പിയെ ഇത്തരത്തിലുള്ള വിഷയത്തിലേക്ക് വലിച്ചഴയ്ക്കാൻ ഇവരൊന്നും ആയിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് എങ്ങനെ നേരിടണം എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. സിനിമ മുഖം മൂടി ധരിച്ച് രാഷ്ട്രീയ യുദ്ധം നടത്താൻ വരരുത്. രാഷ്ട്രീയ യുദ്ധം നടത്താൻ വരുന്നവർ രാഷ്ട്രീയം രൂപത്തിൽ തന്നെ വരട്ടെ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ സിനിമാ മേഖലയിൽ തർക്കം തുടരുകയാണ്. ഈ തർക്കത്തിൽ ബി ജെ പിക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ? അതോ ബി ജെ പിയെ ഈ തർക്കത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുകയാണോ ആരെങ്കിലും? നമ്മോടൊപ്പം ചേരുന്ന മുതിർന്ന ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് സുരേഷ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ ബി ജെ പി അങ്ങ് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു, കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചു. എങ്കിലും ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ബി ജെ പി നടത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം ചിലരൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്വേതാ മേനോനുമായി എന്തെങ്കിലും ബന്ധം ബി ജെ പി നേതാക്കൾക്കുണ്ടോ എന്നുള്ള കാര്യവും അവരൊക്കെ തന്നെ ചോദിക്കുകയാണ്. ഇക്കാര്യത്തിൽ സിനിമാ മേഖലയിലേക്കും കേരളത്തിൻ്റെ സിനിമാ മേഖലയിലേക്കും ബി ജെ പി കയറാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഒരു സൂചനയാണ് ഇത് എന്നാണ് പറയുന്നത്. അല്ലെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കടന്നുകയറ്റം നടത്തേണ്ട ആവശ്യമില്ല. കേരളത്തിൻ്റെ സിനിമാ മേഖലയിൽ ഉള്ള എല്ലാ പ്രമുഖരും ബി ജെ പിയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നവരാണ്. മനസ്സുകൊണ്ട് ബി ജെ പിയെ പിന്തുണയ്ക്കുന്നവരാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ മികവുറ്റ ഭരണത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഭൂരിപക്ഷം വരുന്ന സിനിമാ മേഖലയിലുള്ള ആൾക്കാരും ബഹുമാനിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ആ ബഹുമാനിക്കുന്നവർക്കും അറിയാം. ഞങ്ങൾ എന്നാൽ ഇതിൻ്റെ AMMA പോലെയുള്ള സംഘടനകളിലേക്ക് നുഴഞ്ഞു കയറുക, അത് പിടിച്ചെടുക്കുക, ഇതിൻ്റെ ഒന്നും ആവശ്യം ബി ജെ പിക്കില്ല. ബി ജെ പിയുടെ ലക്ഷ്യം വളരെ വലുതാണ്. ഇതേപോലെ സിനിമാ സംഘടനകൾ പിടിച്ചെടുക്കലൊന്നും ബി ജെ പിയുടെ ലക്ഷ്യമല്ല. ബി ജെ പിയുടെ ലക്ഷ്യം വികസിത കേരളം, അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പുരോഗതി. അങ്ങനെ ഒരു വലിയ ഫ്രെയിം വർക്കിൽ ആണ് ബി ജെ പി അതിൻ്റെ പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കുന്നത്. ശ്വേതാ മേനോനുമായി ഏതെങ്കിലും തരത്തിൽ ശ്വേതാ മേനോനുമായിട്ട് പലവട്ടം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ശ്വേതാ മേനോൻ മാത്രമല്ല, കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല സിനിമാ നടിമാരും നടന്മാരും ഒക്കെ ആയിട്ട് ബി ജെ പിയുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും നല്ല ബന്ധമുണ്ട്. അവർക്ക് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ശ്വേതാ മേനോൻ ഒരു ദേശഭക്തയാണ്. ശ്വേതാ മേനോൻ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മികവുറ്റ ഭരണത്തിൽ അഭിമാനിക്കുന്ന ഒരു വനിതയാണ്. ഇത് രണ്ടും അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവർ ബി ജെ പി മെമ്പറല്ല. ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ആഗ്രഹം അവർ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുമില്ല. ബന്ധങ്ങൾ വയ്ക്കാമല്ലോ, അതിൻ്റെ അർത്ഥം എല്ലാവരും പാർട്ടിക്കാരാണെന്നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ ഉള്ള ഒരു ദേശീയവാദിയായിട്ടുള്ള ഒരു വനിത, വളരെ ബോൾഡായിട്ടുള്ള ഒരു ലേഡി, പിന്നെ സ്ത്രീകൾക്കെതിരെ സ്ത്രീ കൂട്ടായ്മകളും ഒക്കെ ആയിട്ട് ഇവിടുത്തെ സിനിമാ മേഖല ആകെ കലുഷിതമായ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ പ്രസിഡൻ്റ് ആകുന്നു, മറ്റൊരു സ്ത്രീ സെക്രട്ടറി ആകുന്നു. അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഒരു സ്ത്രീപക്ഷ സിനിമാ മേഖലയിൽ തന്നെ ഒരു സ്ത്രീപക്ഷ മുന്നേറ്റം ഉണ്ടായി എന്നൊക്കെ സന്തോഷിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. കാരണം അവിടെ എത്രയിടത്തോളം അപഹാസ്യമായ പ്രവണതകൾ നിലനിന്ന ഒരു സ്ഥലമാണ് ഇവിടെ കേരളത്തിലെ സിനിമാ മേഖല നമുക്കറിയാം. അപ്പോൾ ആ സിനിമാ മേഖലയിൽ അങ്ങനെ വന്നപ്പോൾ അതിലൊക്കെ ഒരു പൗരനെന്ന നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് സന്തോഷമൊക്കെ തോന്നി. സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന. പക്ഷേ എന്നിട്ടും ഈ ബി ജെ പി എങ്ങനെ അവിടെ ഒരു ഫാക്ടർ? അതിനകത്തെ വിഴുപ്പലക്കൽ നടത്തുന്ന ആൾക്കാർ ഒക്കെ നിക്ഷിപ്തമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, അവർക്ക് രാഷ്ട്രീയമുണ്ട്. ഇവിടെ ഇപ്പോൾ പത്രസമ്മേളനങ്ങളൊക്കെ വിളിക്കുന്ന ആൾക്കാരുടെയൊക്കെ രാഷ്ട്രീയവും അവരുടെയൊക്കെ ട്രാക്ക് റെക്കോർഡും ഒക്കെ
കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ രാഷ്ട്രീയമാണ് ഈ ഇതിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ രാഷ്ട്രീയം. ആയിക്കോട്ടെ, അവർക്ക് രാഷ്ട്രീയം വയ്ക്കാനും അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനും സിനിമാ മുഖം മൂടി വെച്ചിട്ട് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലൊന്നും ഞങ്ങൾ കൈയെടുത്തുന്നില്ല. അതൊന്നും ഞങ്ങൾ അങ്ങനെ അത് തെറ്റാണെന്നും പറയുന്നില്ല. അവർ ചെയ്തോട്ടെ. പക്ഷെ അതിലേക്ക് എന്തിനാ BJP വലിച്ചടിക്കുന്നത്? BJPയുടെ സ്ഥാനാർത്ഥിയാവാൻ കോടികൾ ഓഫർ ചെയ്തെന്നോ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി അലന്ന് കിടക്കുന്നു? ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ ദശാബ്ദങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് അവരർഹിക്കുന്ന സാധനങ്ങൾ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ആ സമയത്താണോ ഞങ്ങൾ ഇനി കോടികൾ അങ്ങോട്ട് കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ടുവരേണ്ട? അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക്. അത് ആ ഗതികേടില്ല ഞങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോഴൊക്കെ ചിലരൊക്കെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് BJPയോട് ഒരു തൊട്ടുകൂടായ്മ സിനിമാ മേഖലയിൽ ശക്തമാണ് എന്നാണ്. കാരണം മലയാള സിനിമയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വർത്തമാനം വളരെ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുണ്ട്. BJP തൊട്ടുകൂടാത്തൊരു പാർട്ടിയാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു മട്ടാഞ്ചേരി സംഘം, അത് വളരെ കുപ്രസിദ്ധമാണല്ലോ. അതോടൊപ്പം തന്നെ ഇവിടെ ഇത് കാലങ്ങളായിട്ട് കയ്യിൽ വെക്കാൻ വേണ്ടിയുള്ളൊരു കോക്കസ് അതുകൊണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുവനിര ഇന്ന് വളരെ തെളിഞ്ഞ് വളരെ ശക്തരായിട്ട് നിൽക്കുന്ന യുവനിര നായകന്മാർ, ആ നായകന്മാർ ഈ സംഘത്തിൽ ഇന്നുമായിട്ട് ഒരു നിശ്ചിത അകലം പാലിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഉണ്ണി മുകുന്ദൻ തുറന്നു തന്നെ തൻ്റെ രാഷ്ട്രീയ സമീപനം വ്യക്തമാക്കിയിട്ടുള്ള ആളാണ്. ഉണ്ണി മുകുന്ദനെ അതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തി എന്നുള്ള ഒരു ശക്തമായ ഒരു സംസാരവുമുണ്ട്. അല്ല, അത്തരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി എത്രത്തോളം ഒറ്റപ്പെടുത്തൽ അനുഭവിച്ചു. അദ്ദേഹത്തിന് ഇപ്പം അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ ഇപ്പോഴല്ലേ കഴിയും. കുറച്ച് നാളത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടും ഇത്രയും സീനിയറായിട്ടും അദ്ദേഹത്തിനെ പോലും ഒറ്റപ്പെടുത്താൻ കേരളത്തിലെ ഫിലിം മേഖലയിലുള്ള ആൾക്കാർ, ഈ നിക്ഷിപ്ത താല്പര്യക്കാരായിട്ടുള്ള ചില രാഷ്ട്രീയ രൂപങ്ങൾ തയ്യാറായല്ലോ. അദ്ദേഹം അതൊക്കെ അതിജീവിച്ചല്ലേ BJPയോടൊപ്പം നിന്നത്. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടായതായി തോന്നിയിട്ടുണ്ടോ? കാരണം സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അല്ല, ഈ കേരളത്തിൽ BJPക്ക് അനുകൂലമായി, ദേശീയതയ്ക്ക് അനുകൂലമായി, നരേന്ദ്രമോദിക്ക് അനുകൂലമായി ശബ്ദിക്കുന്നവരെ ടാർഗറ്റ് ചെയ്യാൻ ഇതുപോലെയുള്ള ഒരു കൂട്ടം സിനിമാക്കാരും അവർക്ക് പിന്തുണയുമായിട്ട് മറ്റൊരു കൂട്ടം മാധ്യമങ്ങളും തയ്യാറാകുന്നത് കാലങ്ങളായിട്ട് നിലനിൽക്കുന്നൊരു പ്രവണതയാണ്. അത് ഇപ്പോൾ സിനിമാ മേഖലയല്ല, സാഹിത്യ മേഖലയാണെങ്കിലും സാംസ്കാരിക മേഖലകളിലുള്ള ആൾക്കാർ BJPയോട് അടുത്ത് കഴിഞ്ഞാൽ അവർക്ക് അവസരങ്ങൾ കൊടുക്കാതിരിക്കുക, അതേസമയത്ത് അവരെ കോർണർ ചെയ്യുക, ഇത്തരത്തിലുള്ള പ്രവണത പൊതുവെ കേരളത്തിൽ സർക്കാർ സംവിധാനത്തിൽ നടക്കാറുണ്ട്. അതുകൂടാതെ മാധ്യമങ്ങളും അത്തരത്തിലുള്ള ശ്രമം നടത്താറുണ്ട്. അതേസമയത്ത് BJPയെ എതിർക്കുന്നവർ, നരേന്ദ്രമോദിയെ എതിർക്കുന്നവർ, ദേശീയതയ്ക്കെതിരായിട്ടുള്ള ചില ശബ്ദങ്ങൾ ഉന്നയിക്കുന്നവർ, അവർക്ക് മുമ്പ് ഒരു പ്രമുഖ ഇടതുപക്ഷ ചിന്തകൻ്റെ മകൻ തന്നെ പറഞ്ഞില്ലേ, അച്ഛന് ഗൾഫിലേക്കുള്ള പരിപാടികൾ പങ്കെടുക്കാനുള്ള ടിക്കറ്റും അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെയാണ് അയച്ചു കൊടുക്കുന്നത്. ഇതിനൊക്കെ വേണ്ടിയാണ് കേരളത്തിലെ പല ബുദ്ധിജീവികളും BJPക്കെതിരെ സംസാരിക്കുന്നത് എന്ന് പോലും പരസ്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേരളത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശക്തി, അതായത് യഥാർത്ഥത്തിൽ BJP എന്താണോ അങ്ങനെയല്ല, അതിനപ്പുറം നമ്മൾ ഭീതിയോടെ കൂടി അകറ്റി നിർത്തേണ്ട, ആശങ്കയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്ന് വരുത്തി തീർക്കാൻ ഒരു സംഘം ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്നവർ ശ്രമിക്കുന്നു. കാരണം ശ്വേതാ മേനോൻ BJPക്കാരിയല്ല എന്ന് ശ്വേതാ മേനോനും പറയുന്നില്ല, BJPയും പറയുന്നില്ല BJPക്കാരിയാണെന്ന്. ഓക്കെ. പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയ രാഷ്ട്രീയക്കാരി ആയിട്ടുള്ള രാഷ്ട്രീയക്കാരിയും അങ്ങനെയുള്ള താല്പര്യങ്ങളുള്ള ആൾക്കാർ പറഞ്ഞതെന്താ, ശ്വേതാ മേനോൻ BJPയുടെ ഏതോ ഒരു നേതാവ് എന്തോ പറഞ്ഞു, അതുമാത്രമല്ല ശ്വേതാ മേനോൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടെ ഏജൻ്റായിട്ട് ഇടനിലക്കാരിയായി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വരുന്നു. എന്തിനാ ഇത് പറയുന്നത്? BJPക്ക് ഇതിലെന്താ ബന്ധം? ശ്വേതാ മേനോനെ BJPക്കാരി ആക്കി മാറ്റുക, അങ്ങനെ ഒരു സാങ്കല്പിക എതിരാളി BJP എന്ന് പറയുന്ന BJPയെ ഒരു എതിരാളിയായിട്ട് നിർത്തുക, എന്നിട്ട് BJPക്കാരിയായിട്ടുള്ള ശ്വേതാ മേനോനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് BJP വിരുദ്ധരായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ കൺസോൾട്ടേറ്റ് ചെയ്യിപ്പിക്കുക.
ആ കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ, ഇവിടുത്തെ ജമായത്ത് ഇസ്ലാമി, അതോടൊപ്പം തന്നെ ഈ മയക്കുമരുന്ന്, ഇങ്ങനെയൊക്കെയുള്ള ലോബികൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേരുക. ഒരുമിച്ച് ചേർന്ന് ശക്തിപ്പെടും. ഉം. ഏതാ മറ്റേ ഇന്ത്യ മുന്നണി BJPക്കെതിരെ ശക്തിപ്പെടുന്നത് പോലെ ഇവിടുത്തെ ഇവിടുത്തെ ഫിലിം മേഖലയിലുള്ള BJP വിരുദ്ധർ, രാജ്യവിരുദ്ധർ എല്ലാം ശക്തിപ്പെടും. അങ്ങനെ ശക്തിപ്പെടുത്തിയിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കുടില തന്ത്രമാണ് ആ പത്രസമ്മേളനത്തിലും അതോടൊപ്പം തന്നെ AMMയുടെ മീറ്റിങ്ങിൽ നടന്നു എന്ന് പറയുന്ന ചർച്ചയും കാണിക്കുന്നത്. ആ ചർച്ച ഞങ്ങൾ കേട്ടിട്ടില്ല. കാരണം BJPയുടെ ഇടനിലക്കാരിയായിട്ട് നിന്നു എന്നുള്ള ചർച്ചയൊക്കെ അതിനകത്ത് നടന്ന ചർച്ച. ഇത് കാണിക്കുന്നത് ഇതാണ്. അപ്പോൾ ഈ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് നല്ല ഉദ്ദേശമല്ല. BJPയെ ഇത്തരത്തിലുള്ള വിഷയത്തിലേക്ക് വലിച്ചഴയ്ക്കാൻ ഇവരൊന്നും ആയിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് BJPക്ക് എങ്ങനെ നേരിടണം എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് ഈ രാജ്യവിരുദ്ധ ശക്തികളെ ശക്തമായി നേരിടുന്ന ഒരു കേന്ദ്ര സർക്കാർ ഉള്ളത് കൊണ്ടായിരിക്കുമോ അങ്ങനെ? ആണല്ലോ. സംശയം എന്ത്? അവർ ഭയക്കുന്നു. ഇതിൻ്റെയൊക്കെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇനി ഏതെങ്കിലും BJPക്കാർ വന്നാലോ, ശ്വേതാ മേനോൻ BJP ആണോ, ഇനി ആണെന്ന് തന്നെ പറഞ്ഞ് അവരെ നശിപ്പിക്കാം. ഇനി ആണെങ്കിലും അല്ലെങ്കിലും ഏതെങ്കിലും BJPക്കാരോ അല്ലെങ്കിൽ ദേശീയവാദികളോ അല്ലെങ്കിൽ ഇതിനൊക്കെതിരെ പ്രതികരിക്കുന്നവരോ ഈ സ്ഥാനങ്ങളിലേക്ക് വന്നാൽ അത് നമുക്ക് ഭീഷണിയല്ലേ എന്ന് ഭയക്കുന്ന കുറേ ആൾക്കാരുണ്ടാകാം. അവർക്ക് ഞങ്ങളെന്നും ഭീഷണിയായിരിക്കും, സംശയമൊന്നുമില്ല. അത് ഞങ്ങൾ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു. കാരണം ഞങ്ങൾ ഇതിലേക്ക് വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നസെൻ്റ് AMMയുടെ പ്രസിഡൻ്റായി. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ സഖാവ് ഇന്നസെൻ്റ് ആണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവും മികവും പ്രതിഭയും ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഈ പിഷാരടി കോൺഗ്രസ് സർക്കാർ വന്നു, കൂടെ തന്നെ അമ്മയിലും കോൺഗ്രസ്സുകാരനായിട്ടുള്ള പിഷാരടി വരുന്നു. ആ സമയത്ത് ഞങ്ങൾ പ്രതികരിച്ചില്ല. പിഷാരടി കോൺഗ്രസ് അത് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത് വരാൻ പോകുന്ന ആളാരാ? ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ആൾക്കാർ എല്ലാം കൂടെ കൂട്ടി വരാൻ പോകുന്ന തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള ഒരു പ്രമുഖ സിനിമാ നടനും സീനിയർ സിനിമാ നടനും കോൺഗ്രസിൻ്റെ പരമ്പരാഗത അനുകൂലിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇനി ആ അമ്മയുടെ നടന്മാരുടെ രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞു കൊടുക്കണോ? എങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇനി അവിടുത്തെ ഓരോരുത്തരുടെയും ചെയ്തികൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കണോ? ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. ആ ചെയ്തികൾ അറിയിക്കേണ്ടിടത്ത് അറിയിച്ച് നടപടികൾ എടുപ്പിക്കണോ? ഞങ്ങൾ ചെയ്തു തുടങ്ങാം. അതുകൊണ്ട് ഈ വരട്ട് BJPയെ ഇതിലേക്ക് വലിച്ചഴിച്ച് ഇതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന സിനിമാ നടിമാരോടും നടന്മാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിനായിട്ടില്ല. ആ പണിയായിട്ട് ഇങ്ങോട്ട് വരണ്ട. വന്നു കഴിഞ്ഞാൽ BJPക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം, അത് ചെയ്യും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കല എന്നും രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉപാധിയായി നിന്നിട്ടുണ്ട് അല്ലേ? പണ്ട് സ്റ്റേജ് നാടകങ്ങൾ, തെരുവ് നാടകങ്ങൾ, സിനിമ നമുക്കറിയാം കേരളത്തിനകത്തുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക സിനിമ എന്നുള്ള മാധ്യമത്തിലൂടെ അവരുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമായി തന്നെ മറ്റുള്ളവരെ താറടിച്ച് കാണിക്കാനും ഒക്കെ തന്നെ. സിനിമ ഒരു രാഷ്ട്രീയ മാധ്യമമായി കേരളത്തിൽ ഇനി അങ്ങോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ചിലർക്കൊക്കെ തന്നെ അവരുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നേരത്തെ നടത്തി കണ്ടിട്ടുണ്ട്. സിനിമ നശിക്കില്ല. ഈ സിനിമയെ ദുരുപയോഗം ചെയ്യാൻ കാണിക്കുന്ന ഈ ആശയങ്ങളാണ് നശിക്കുന്നത്. കേരളത്തിലെ സിനിമ രാഷ്ട്രീയമായിട്ടും ദേശീയമായിട്ടുമുള്ള ഒരു ശക്തമായിട്ടുള്ള മാധ്യമമായിട്ട് തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ സിനിമയിൽ കടന്നു കയറിയിരിക്കുന്ന ദുഷ്പ്രവണതകളും ദുരാചാരങ്ങളും അതോടൊപ്പം തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് അതോടൊപ്പം തന്നെ ദേശവിരുദ്ധ സമീപനങ്ങളുടെ ഇടപെടലുകൾ, ആ ഇടപെടലുകൾ നശിപ്പിക്കും. എതിർചേരിയിലുള്ളവർ പറയുന്നത് ഈ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകളിലൂടെ BJP അവരുടെ രാഷ്ട്രീയം പറയുകയാണ്, അല്ലെങ്കിൽ തെറ്റായ സന്ദേശം നൽകുകയാണ് ജനങ്ങളിലേക്ക്, തെറ്റ് പ്രചരിപ്പിക്കുകയാണ്, വെറുപ്പ് പ്രചരിപ്പിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിന് കേരളം മാറി തുടങ്ങി. കേരള സ്റ്റോറി കാണാൻ കേരളത്തിൽ ആൾക്കാരുണ്ടല്ലോ. കേരള സ്റ്റോറി കാണാനും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ചില നല്ല കലാമൂല്യമുള്ളതും രാജ്യത്തിൻ്റെ തനതായിട്ടുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതുമായിട്ടുള്ള സിനിമകളും കലാരൂപങ്ങളും ഇന്ന് സ്വീകരിക്കാൻ കേരളത്തിൽ ആളുണ്ട്. പഴയതുപോലെയുള്ള അടഞ്ഞ ഒരു ഈ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റാണ് എന്ന അവസ്ഥ മാറിക്കഴിഞ്ഞു. ഉത്തരേന്ത്യയിൽ നിന്നും
ഈ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള കാറ്റ് കേരളത്തിലും വന്നു തുടങ്ങി. കേരളത്തിലെ ആൾക്കാർക്ക് എന്താ ഈ കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായി കഴിഞ്ഞു. അതുകൊണ്ട് കേരള സ്റ്റോറിക്ക് വലിയ സ്വീകരണമാണ് നൽകിയത്. ആദ്യത്തെ കേരള സ്റ്റോറി വരുന്ന സമയത്ത് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. കാശ്മീരിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള വിഷയങ്ങൾക്കും കേരളത്തിൽ നല്ല സ്വീകാര്യത ലഭിച്ചു. അതോടൊപ്പം തന്നെ യുദ്ധങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള നേരായിട്ടുള്ള അറിവുകൾ കേരളത്തിൽ വരുന്ന ചില സിനിമകൾക്കും നല്ല അംഗീകാരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഴയതുപോലെ ഇനി നടക്കാൻ പോകുന്നില്ല. കേരളത്തിൽ സാംസ്കാരിക നായകന്മാർ നന്നായിട്ട് ചിന്തിക്കുന്ന, ദേശീയ താല്പര്യത്തിനനുസരിച്ച് ചിന്തിക്കുന്ന സാംസ്കാരിക നായകന്മാർ തുറന്നു പറയാൻ തയ്യാറായി തുടങ്ങിയിട്ടുണ്ട്. സിനിമാ മേഖലയിൽ അത്തരത്തിലുള്ള ചില നല്ല പ്രവണതകൾ കാണുന്നുണ്ട്. ഈ പ്രവണതകൾ കാണുന്നതിൽ ചിലർക്ക് അങ്കലാപ്പുണ്ട്. ആ അങ്കലാപ്പാണ് അനാവശ്യമായി BJP വലിച്ചഴയ്ക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് കയറി രാഷ്ട്രീയ ഇടപെടൽ അവിടെ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഞങ്ങളെ വലിച്ചഴച്ച് ഞങ്ങളെ ഇടപിടിപ്പിച്ച് അടങ്ങൂ എന്നാർക്കെങ്കിലും വാശിയുണ്ടെങ്കിൽ അവരുടെ മുഖം മൂടി വലിച്ചു കീറാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടിയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അനാവശ്യമായിട്ട് വലിച്ചഴക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന ഞങ്ങൾ നടത്തിയിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ ഒരു സംശയം, ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമകളിലൂടെ ആശയം പറയുന്ന, ആശയയുദ്ധം നടത്തുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഒരുങ്ങുമോ എന്നുള്ളതാണ് ഞാനിപ്പോൾ സംശയിക്കുന്നത്. അത് നല്ലതല്ലേ? അത്തരത്തിലുള്ള ആശയയുദ്ധങ്ങൾ നടക്കട്ടെ. പക്ഷെ ആശയയുദ്ധങ്ങളായിട്ടാണ് നടക്കേണ്ടത്. ഇതുപോലെ സിനിമ മുഖം മൂടി ധരിച്ച് രാഷ്ട്രീയ യുദ്ധം നടത്താൻ വരരുത്. രാഷ്ട്രീയ യുദ്ധം നടത്താൻ വരുന്നവർ രാഷ്ട്രീയ രൂപത്തിൽ തന്നെ വരട്ടെ. അവർ സിനിമാക്കാരിയായിട്ട് അല്ലെങ്കിൽ സിനിമാക്കാരനായിട്ട് നിന്നിട്ട് BJP ആയിട്ട് രാഷ്ട്രീയ യുദ്ധം നടത്താൻ വന്നു കഴിഞ്ഞാൽ BJPക്ക് ആ മുഖം മൂടി വലിച്ചു കീറേണ്ടി വരും. അത് ചെയ്തു. അല്ലേ, ഇപ്പോൾ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് പണ്ട് ചെയ്തിരുന്നത് തന്നെയാണ്. മുസ്ലിം വിരുദ്ധമാണ് BJP, മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ 3-2 ഭൂരിപക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നടക്കും, മുസ്ലിങ്ങൾക്ക് കിടക്കപ്പുറതി ഉണ്ടാവില്ല എന്നുള്ള ഒരു സന്ദേശമായിരിക്കും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അങ്ങയോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, BJP മുസ്ലിം വിരുദ്ധമാണോ, മുസ്ലിങ്ങൾ BJPയിലേക്ക് അടുക്കേണ്ടത് തന്നെയല്ലേ? കാരണം ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടി കേരളത്തിലേക്കും കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു സമീപനം ഉണ്ടാകേണ്ടതല്ലേ എന്ന് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ മറുവശത്ത് ശക്തമായ പ്രചരണം നടക്കുന്നുണ്ട്. BJP ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം മുസ്ലിമിലേക്ക് ചുരുങ്ങിയല്ലോ. മുമ്പ് ഇതായിരുന്നില്ല. മുമ്പ് ക്രിസ്ത്യാനികൾക്കെതിരായിരുന്നു ഞങ്ങൾ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. മുമ്പ് പട്ടികജാതിക്കാർക്കെതിരായിരുന്നു ഞങ്ങൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മുമ്പ് സവർണ ഫാസിസ്റ്റുകൾ മാത്രമായിരുന്നു ഞങ്ങൾ. ബാക്കി എല്ലാ ഹിന്ദുക്കൾക്കും എതിരായിരുന്നു. OBC ഹിന്ദുക്കൾക്കെതിരായിരുന്നു BJP എന്നൊരു പ്രചാരണം ഒരു കാലത്ത് നടന്നിരുന്നു. ഇപ്പോൾ ഒരു OBC-കാരൻ തന്നെയാണ് ടെക്നിക്കലി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പട്ടികജാതി സമൂഹത്തിനെതിരാണ്, ദളിത് വിഭാഗത്തിനെതിരാണെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ദളിത് പാർട്ടി BJP-ആണ്. സംശയമില്ലല്ലോ. കാരണം 62% പട്ടികവർഗ്ഗക്കാരുള്ള ത്രിപുര ഉൾപ്പെടെ ഞങ്ങളാണ് ഭരിക്കുന്നത്, ബീഹാർ ഭരിക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാറി. പിന്നെ ക്രിസ്ത്യൻ വിരോധികളാണ് ഞങ്ങളെന്ന് പറഞ്ഞു. ഇപ്പോൾ ആസാം, മിസോറാം, മേഘാലയ, നാഗാലാൻഡ്, ഈവൻ ഗോവ ഉൾപ്പെടെ ഒന്നിൽ കൂടുതൽ 2-3 പ്രാവശ്യം BJP ഭരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനി അതും പഴയതുപോലെ ചിലവാകില്ല. അപ്പോൾ ഇപ്പോഴത്തെ അവശേഷിപ്പെന്ന് പറയുന്നത്, ഇനിയിപ്പോൾ ഇതൊന്നുമില്ല. സവർണ ഫാസിസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നില്ല. OBC പിന്നാക്ക ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ളവനെന്ന് പറയാൻ പറ്റുന്നില്ല. പട്ടികജാതി വിരുദ്ധ പാർട്ടിയാണ് BJP എന്ന് പറയാൻ പറ്റുന്നില്ല. ക്രിസ്ത്യൻ വിരുദ്ധ പാർട്ടിയാണ് BJP എന്ന് പറയാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ പറ്റുന്നത് മുസ്ലിം വിരുദ്ധ പാർട്ടി എന്ന് പറയുക. അതാണ് അവസാനത്തെ ആയുധം. ഈ ആയുധവും അപ്രസക്തമാകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. കാരണം ഞങ്ങളിപ്പോൾ മുത്തലാഖ് നിരോധിച്ചു. മുത്തലാഖ് നിരോധിച്ചതിനെ എതിർക്കുന്നവർ SDPIയും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയ. മുത്തലാഖ് നിരോധിച്ചതിനെ ഒരു മുസ്ലിം സ്ത്രീയും എതിർക്കില്ല. അവർ മനസ്സുകൊണ്ട് മുത്തലാഖ് നിരോധിച്ചതിന് അനുകൂലമാണ്. ഞങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് കയറി തുടങ്ങി. ഇവിടെ കുട്ടികളുടെ ഭാവി, ഒരു നാട് വലുതാകുന്നു, ആ നാട്ടിൽ മുസ്ലിം സഹോദരന്മാരുടെ കുട്ടികളും വലുതാവില്ലേ? അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയല്ലേ? അവർക്ക് അവസരങ്ങൾ കിട്ടുകയല്ലേ? അപ്പോൾ ഉൽപ്പതിഷ്ണുക്കളായ ഈ രാജ്യത്ത് ജീവിക്കുന്ന, ഈ രാജ്യം നന്നായി, എൻ്റെ കുടുംബം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസൽമാനും BJP ഇനി പരസ്യമായി തള്ളി പറയില്ല. അവരും മനസ്സുകൊണ്ട് BJP നിൽക്കുന്നതാണ് നല്ലത് എന്ന് ബോധ്യമുള്ളവരാണ്. പോയിന്റ് നമ്പർ 2.
പോയിന്റ് നമ്പർ 3 എന്താ? ഭീകരവാദം കൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിട്ടുള്ള മതം ഏതാ? മുസ്ലിം മതമാണ്. മുസ്ലിം ഭീകരത കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിട്ടുള്ളത് മുസ്ലിം മതത്തിനാണ്. മുസ്ലിം ഭീകരത ഇന്ന് നിലനിൽക്കുന്ന രാജ്യങ്ങൾ മുഴുവൻ മുസ്ലിം രാജ്യങ്ങളാണ്. അതിൻ്റെ മുസ്ലിങ്ങളെ തന്നെയാണ് മുസ്ലിം ഭീകരവാദികൾ ഏറ്റവും കൂടുതൽ കൊന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മുസൽമാനും ആഗ്രഹിക്കുന്നില്ല എൻ്റെ മോൻ ഒരു ഭീകരവാദിയായിട്ട് പോകണം അല്ല, എന്ന് ഭൂരിഭാഗം മുസ്ലിങ്ങളും വളരെ മാന്യമായിട്ട് നിരജ ജീവിക്കുന്നവരാണ്. ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മകൻ ഒരു നല്ല പഠിച്ച് വലുതായി ഒരു നല്ല മകനായിട്ട് മാറണം അതെ. എന്നാഗ്രഹിക്കുന്ന സാധാരണ മുസ്ലിമാണ് ഈ രാജ്യത്തുള്ളത്. ഞങ്ങൾ ഈ രാജ്യം നന്നാകണമെന്നും എൻ്റെ കുടുംബം നന്നാകണമെന്നും എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു ഭാവി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മുസൽമാനോടൊപ്പമാണ് BJP. ഞങ്ങൾ മുത്തലാഖ് നിരോധിച്ചാൽ ഇവിടുത്തെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സ്ത്രീകളോടൊപ്പമാണ് BJP. അതുകൊണ്ട് ഞങ്ങളുടേത് പുരോഗമനാത്മകമാണ്, ഞങ്ങളുടേത് വികസനാത്മകമാണ്, ഞങ്ങളുടേത് മതാധിഷ്ഠിതമല്ല. ആ ബോധ്യം മുസ്ലിം സമൂഹത്തിന് വന്നു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ ഉൾപ്പെടെ ഈ കഴിഞ്ഞ ഒരു 6 മാസത്തെ ചരിത്രം മാത്രം എടുത്താൽ കേരളത്തിൽ ഉൾപ്പെടെ ഞങ്ങൾക്ക് 300-ലേറെ മുസ്ലിം പ്രവർത്തകർ ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാർ BJPയിലേക്ക് വന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ മുഴുവൻ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനി മുസ്ലിമിനെതിരാണ് എന്നുള്ള ഇവരുടെ ഈ അപഖ്യാതിയും അവസാനിക്കുകയാണ്. ഇനി ഇതിന് നിലനിൽപ്പില്ല. മുമ്പുണ്ടായിരുന്ന എല്ലാ ആരോപണങ്ങളും ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ ഖണ്ഡിച്ച് ഞങ്ങളുടെ ഇൻക്ലൂസീവായിട്ടുള്ള സമീപനം ബോധ്യപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇതും ഈ ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കും. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ രാഷ്ട്രപതിയാക്കിയത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനല്ലേ? മതം കൊണ്ട് അതേ മുസൽമാനല്ലേ? ഈ രാജ്യത്തിനോടുള്ള ദേശാഭിമാനവും ഈ രാജ്യത്തിൻ്റെ അമൂല്യമായ ഒരു വ്യക്തിത്വമായിരുന്നു അബ്ദുൽ കലാം. അദ്ദേഹം മുസൽമാനായതുകൊണ്ട് BJP മാറ്റിയിർത്തില്ല, അദ്ദേഹത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കിയ പാർട്ടിയാണ്. അപ്പോൾ അബ്ദുൽ കലാമിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കി, നമ്മുടെ ദ്രൗപദി മുർമുവിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കി, അതിനു മുമ്പ് നമ്മുടെ ദ്രൗപദി മുർമുവിന് മുമ്പ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്ജിയെ രാഷ്ട്രപതിയാക്കി. വളരെ വ്യക്തമാണ് ഞങ്ങളെ ഇനി ആർക്കും ഒരു ഇത്തരത്തിലുള്ള പഴഞ്ചൻ ആരോപണങ്ങൾ ഉന്നയിച്ച് മുസ്ലിം വിരുദ്ധൻ ഉൾപ്പെടെയുള്ളത് പഴഞ്ചനായി കഴിഞ്ഞു. പഴഞ്ചൻ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇനി ഈ രാജ്യത്ത് വികസനം പറയുന്ന BJPയെ തടയാൻ പറ്റില്ല. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് BJP എന്ന് പറഞ്ഞ ഒരു ഉമ്മാക്കി എന്ന് പറഞ്ഞിങ്ങനെ പ്രതിഷ്ഠിച്ചിട്ട് അതിൻ്റെ പേരിൽ ഇനി മുതലെടുക്കാമെന്ന് വിചാരിക്കുന്നവർക്കും ഇനി രക്ഷയില്ല. അതുതന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രക്ഷയില്ല, അവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള പ്രചരണങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് സിനിമാ മേഖലയിലും ഉയർന്നു വരുന്ന ആരോപണങ്ങൾ. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ലക്ഷ്യം അത് തന്നെയാണ്. പക്ഷേ അതൊന്നും വില പോവില്ല, അനുവദിക്കില്ല. എത്ര ശക്തിയായാലും തടയും. ഇവരുടെ ഈ ദുഷ്പ്രചരണങ്ങൾ ഞങ്ങൾ പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടും, നിയമത്തിൻ്റെ മുമ്പിലും എത്തിക്കും. അതുകൊണ്ട് അങ്ങനെ ഒന്നും ഇനി കേരളത്തിൽ BJPയെ വരട്ടാൻ ആരും നോക്കണ്ട. ഓക്കെ. അപ്പോൾ എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ ലഹരി വിഷയം ശക്തമായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആശയങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ തന്നെയും പലപ്പോഴും ആരോപണങ്ങൾ ഉയരുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. രാജ്യവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം. ഒരു സമൂഹത്തിലെ എല്ലാ ദുഷ്പ്രവണതകളും ഗുരുതരമായ രീതിയിൽ ബാധിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് ഈ സിനിമാ മേഖല. അവിടെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന യുവാക്കളായിട്ടുള്ള കുറച്ച് സിനിമാ നടന്മാരും നടിമാരും ഉണ്ട്. സീനിയർ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ കുറച്ച് മാന്യതയും മര്യാദയും സാംസ്കാരിക മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരെ എല്ലാം സൈഡ് ലൈൻ ചെയ്ത്, ഇവരെ എല്ലാം മാർജിനലൈസ് ചെയ്ത്, ഇവരെ എല്ലാം സൈഡ് ലൈൻ ചെയ്ത്, ഇവരെ എല്ലാം കോർണർ ചെയ്തിട്ട് ഇതിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സംഘമുണ്ട്. ആ സംഘത്തിൻ്റെ ചില ദുഷ്പ്രവണതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ദുഷ്പ്രവണതകൾ BJPയോടായാൽ BJPക്ക് പ്രതികരിക്കേണ്ടി വരും. ഓക്കെ. അതാണ് അഡ്വക്കേറ്റ് സുരേഷിന് പറയാനുള്ളത്. കൃത്യമായ ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. വ്യക്തമായ വാക്കുകളാണ്, അതിന് ലക്ഷ്യവും ഉണ്ട്. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ വെറുതെ വിടില്ല, നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്നവരെ വെറുതെ വിടില്ല.
അത്തരത്തിലുള്ള ലക്ഷ്യത്തോടു കൂടി വന്ന BJP-യെ ഏതെങ്കിലും തരത്തിലുള്ള വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചാൽ ശക്തമായി പ്രതികരിക്കും. അത് അദ്ദേഹം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അത് ഏത് മേഖലയാണെങ്കിലും, സിനിമാ മേഖലയിലും അതുണ്ട്. അതിനെതിരെ ശക്തമായ നീക്കങ്ങൾ ആവശ്യമെങ്കിൽ നടത്തും എന്നുള്ളതാണ്. അതായത് ഒരു ശുദ്ധീകരണം ആവശ്യമായ മേഖലകൾ എവിടെയുണ്ടെങ്കിലും അവിടെ BJP ഇടപെടും എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. സിനിമാ മേഖലയിലുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.